ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സേമിയ സ്വീറ്റ് കട്ട്ലറ്റ് ആണ് കേട്ടോ റെഡിയാക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള അത്യാവശ്യം വലിയ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോ അളവിലാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, ഒന്നല്ലെങ്കിൽ മുറിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവിയിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് മാറ്റി കളയാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ്സൊക്കെ വെച്ച് ഉടയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എളുപ്പത്തിൽ പറ്റും. നമ്മൾ സാധാരണ ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പുഴുങ്ങി ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ച് എടുക്കുക. അത്യാവശ്യം കട്ടയൊക്കെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിനൊരു പാനിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കുക. ഇതിലേക്കൊരു 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. കൂടുതൽ വറവാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നങ്ങ് ചൂടാക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് സേമിയ വെന്ത് വരാൻ ഈ 1 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു ഇത്തിരി സമയം വെക്കുമ്പോഴേക്കും സേമിയ നല്ലോണം വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെന്ന് വെള്ളമൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് വറ്റി സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള വെള്ളം ഇതുപോലത്തെ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പം ആ സമയത്ത് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സേമിയയ്ക്ക് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് വെള്ളം ഈ ഒരു രീതിയിലൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചൊരു സൈഡിലേക്ക് വെച്ച് 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ആ ഒരു വെള്ളം മൊത്തത്തിലൊന്ന് ഡ്രൈ ആയിട്ട് നല്ല വെന്തിട്ടുള്ള സേമിയായിട്ട് കിട്ടിക്കോളും. അപ്പം അതും ഒരു സൈഡിലിരിക്കട്ടെ. എന്നിട്ടൊരു പാനിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ മുന്തിരി എന്തെങ്കിലും വേണമെങ്കിൽ വറുത്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മുന്തിരി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാഷ്യൂ ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറുത്തിട്ട് മാറ്റി വെക്കുക. മാറ്റി വെക്കണമെന്ന് നിർബന്ധമല്ല, നമുക്ക് തേങ്ങ ഇതിൽ തന്നെ ഇട്ട് വറുത്താലും മതി. ഞാനിപ്പോൾ എന്തായാലും ഒരു സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെയ്യിലേക്ക് തന്നെ ഒരു 1 കപ്പ് തേങ്ങ ചെരുവേത് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. ഒരുപാട് വറുത്ത് ക്രിസ്പിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇനിയിതിപ്പോൾ ഇങ്ങനെ വറുത്ത് ചേർക്കുന്നത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ പച്ചത്തേങ്ങ ചിരവിയത് പഴത്തിൻ്റെ കൂടെ ഇട്ട് കുഴച്ചാലും മതി കേട്ടോ. ഈ സമയത്ത് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ എടുക്കുക. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതിട്ട് ഏകദേശം ഒരു 3/4 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. പഞ്ചസാരയും തേങ്ങയും കൂടെ നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ മതി. ഈ സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാക്കൂട്ടും റെഡിയായി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പുഴുങ്ങി ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ടാവും. നന്നായിട്ട് വെന്തിട്ട് അതോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആദ്യം ഈ ഒരു സേമിയയും തേങ്ങാക്കൂട്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ പഴത്തിലും കൂടെ കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു തേങ്ങാക്കൂട്ടും സേമിയയും കൂടെ എത്തിക്കോട്ടെ. ഇതാ ഈ ഒരു രീതിയിൽ മതിയാവും. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാര പൊടിച്ചതോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് മതി കേട്ടോ. ഇനി ചെറിയ ബോൾ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു കുപ്പിയുടെ അടുപ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഈ സമയത്ത് കയ്യിലൊരു ഇത്തിരി നെയ്യ് തടവുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതാ ഈ ഒരു രീതിയിൽ മതിയാകും. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 13-14 ഈ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാൻ കൊടുക്കുക കേട്ടോ. അതായത് ഇനി ഇതിൽ വേവാൻ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ, എല്ലാം വെന്ത ഐറ്റം തന്നെയല്ലേ. പക്ഷെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പും കുറച്ചുകൂടെ ഒക്കെ മതിയാവും. മിക്സാക്കി നോക്കിയിട്ട് മതി. അതായത് ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ. നമ്മളിപ്പോൾ സാധാ കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കി ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നില്ല, അതിന് പകരം ഇനി ഇതിനും മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഈ മൈദയ്ക്ക് പകരം മുട്ട എടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ളി ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതാ ഈ ഒരു രീതിയിൽ ആക്കി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടിയാണ് എടുത്ത് വെക്കുന്നത്. ഇനി ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് എടുത്തിട്ട് ഈ മൈദക്കൂട്ടിൽ ഒന്നങ്ങ് മുക്കിയെടുക്കുക. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് അതിലൊന്ന് പിടിപ്പിച്ചെടുക്കുക. സാധാരണ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. അത്യാവശ്യം നന്നായിട്ടൊന്ന് പിടിച്ചിരുന്നു കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ടായിരുന്നു, പൊടിയൊക്കെ താഴെ പോകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ട് ആക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞോളും.
ഇനി ഇത് അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ജസ്റ്റ് ഷാലോ ഫ്രൈ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കുറച്ച് ക്രിസ്പിയിൽ കഴിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ബ്രെഡ് ക്രംസിൽ മുക്കാതെ വെറുതെ ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ വേണ്ടാത്തവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം ഫ്രൈ ആവുന്ന സമയത്ത് രണ്ട് ഭാഗമൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചെറിയ ചൂടോടുകൂടി നല്ല ക്രിസ്പിയിൽ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കേട്ടോ തീർച്ചയായിട്ടും ചെയ്തു വെക്കാം. നമ്മൾ സാധാരണ പഴം കട്ട്ലേറ്റൊക്കെ പോലെ തന്നെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ആ ഒരു സേമിയയും കൂടെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്